ഗസയിലെ ഇസ്രായേൽ നരഹത്യയിൽ വീണ്ടും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്പെയിൻ. ഇസ്രായേൽ വംശഹത്യ രാഷ്ട്രമാണെന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വിമർശിച്ചിരിക്കുന്നത്. ഇസ്രായേലുമായി ഒരു വ്യാപാര ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഗസയിലെ കൂട്ടക്കൊല തടയാൻ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയരണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുൻപും പലതവണ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ രൂക്ഷമായി വിമർശിച്ച നേതാവാണ് പെഡ്രോ. കഴിഞ്ഞ ദിവസം സ്പാനിഷ് പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് പെഡ്രോ ഇസ്രായേലിനെതിരായ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഗസയിൽ ആക്രമണം തുടർന്നിട്ടും സർക്കാർ ഇസ്രായേലുമായി വ്യാപാര ബന്ധം തുടരുകയാണെന്ന പാർലമെന്റ് അംഗമായ ഗബ്രിയേൽ റുഫിയാന്റെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം വ്യക്തമാക്കാം, ഒരു വംശഹത്യ രാഷ്ട്രത്തോട് നമ്മൾ ഒരു ഇടപാടും നടത്തില്ല. ഇങ്ങനെയായിരുന്നു പെഡ്രോ സാഞ്ചസിന്റെ മറുപടി. സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വംശഹത്യാ രാഷ്ട്രം എന്ന പരാമർശം ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രസ്താവനയിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം. ഇസ്രായേലിലെ സ്പാനിഷ് അംബാസിഡറെ നേരിട്ട് വിളിപ്പിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. പക്ഷേ അതിന് പിന്നാലെയും പെഡ്രോ സാഞ്ചസ് ഇസ്രായേൽ വിമർശനം തുടരുന്നുണ്ട്. ഓപ്പറേഷൻ ഗിദിയോൺ ചാരറ്റ്സ് എന്ന പേരിൽ ഇസ്രായേൽ സൈന്യം മുനമ്പിൽ വൻ ആക്രമണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെഡ്രോ അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. ബഗ്ദാദിൽ നടന്ന 34ാമത് അറബ് ലീഗ് ഉച്ചകോടിയിൽ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ തടയാൻ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ട് UN പ്രമേയം കൊണ്ടുവരാൻ സ്പെയിൻ ആലോചിക്കുന്നുണ്ടെന്നും പെഡ്രോ അറിയിച്ചിരുന്നു. ഗസയിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം കടുപ്പിക്കണം. അതിനായി അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തണം. മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയെല്ലാം അതിർലംഘിക്കുന്ന ആക്രമണമാണ് അവിടെ നടക്കുന്നതെന്നും പെഡ്രോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ലോക നേതാക്കളോട് ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിന് ആയുധം വിൽക്കുന്നത് സ്പെയിൻ 2023 തന്നെ നിർത്തിയതാണ്. മേഖലയിൽ കൂടുതൽ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ മറ്റ് രാജ്യങ്ങളും അതേ നിലപാടെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി അയക്കുന്നത് നിർത്തണം. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും പെഡ്രോ സാഞ്ചസ് ആവശ്യപ്പെടുന്നുണ്ട്. ഗസ യുദ്ധത്തിനെതിരെ തുടക്കം മുതൽ കടുത്ത നിലപാട് സ്വീകരിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒന്നാണ് സ്പെയിൻ. കഴിഞ്ഞ വർഷം സ്പെയിൻ ഫലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. 2024 മെയ്യിലായിരുന്നു നോർവേ, അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള പ്രമേയം സ്പെയിൻ പാസാക്കിയത്. അയർലൻഡ് പ്രധാനമന്ത്രി സിമോൺ ഹാരിസ്, നോർവേ പ്രധാനമന്ത്രി യൂനാസ് ഗാർ എന്നിവർക്കൊപ്പമാണ് സ്പാനിഷ് പ്രധാനമന്ത്രി കരാറിൽ ഒപ്പുവെച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കൽ മാത്രമാണ് ഏക മാർഗമെന്നാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഐറിഷ്, നോർവേ, സ്പാനിഷ് അംബാസഡർമാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ പിൻവാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വ്യാപാര കരാർ റദ്ദാക്കുന്നത് ആലോചിക്കാനായി ഈ മാസം അവസാനത്തിൽ EU അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗവും ചേരുന്നുണ്ട്. ഗസ യുദ്ധം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നീക്കം. യുദ്ധം തടയാനോ അവസാനിപ്പിക്കാനോ കഴിഞ്ഞില്ലെന്ന നിരാശ അംഗരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണെന്നാണ് EU ഫോറിൻ പോളിസി തലവൻ കാജ കലാസ് പറയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് പോളണ്ടിൽ EU വിദേശകാര്യ മന്ത്രിമാരുടെ അനൌദ്യോഗിക യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് കല്ലാസ് നിലപാട് വ്യക്തമാക്കിയത്. വിഷയം വിശദമായി ചർച്ച ചെയ്യാനായി മെയ് 20 മന്ത്രിമാരുടെ യോഗം ചേരുമെന്നും അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്.